വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 2016 മുതൽ 2020 വരെയുള്ള വർഷങ്ങളിൽ പബ്ലിക് എക്സാമുകളിൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് മാർച്ച് 2020 ചോദിച്ച 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ടോക്കൺ ഇൻ C++? C++ലെ ഒരു ടോക്കൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന ആൻസർ തന്നെ ആയിരിക്കും. ടോക്കൺ ഈസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ C++ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എഴുതുന്നതിനുള്ള അടിസ്ഥാന ഘടകമാണ് ടോക്കൺ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ടോക്കൺസ് ഉണ്ട് എന്ന് കൂടെ എഴുതാം. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2017 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ഫോളോയിങ് C++ ടോക്കൺസ്. താഴെ 4 ടോക്കൺസ് തന്നിട്ടുണ്ട്. ഓരോന്നും ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോക്കൺസ് 5 രീതിയിലുണ്ട് എന്ന് അല്ലേ. അപ്പോൾ നോക്കാം. ഒന്നാമത് വെൽക്കം. ഡബിൾ കോഡ്സിലാണ് വെൽക്കം തന്നിട്ടുള്ളത്. ഒന്നോ അതിലധികമോ ക്യാരക്ടേഴ്സ് ഡബിൾ കോഡ്സിൽ വന്നാൽ അതിനെ പറയുന്ന പേര് സ്ട്രിങ് ലിറ്ററൽ അല്ലെങ്കിൽ സ്ട്രിങ് കോൺസ്റ്റൻ്റ് എന്നാണ്. ബി ഇൻറ്റ്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കീവേഡാണ്. അടുത്തത് സി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒരു ഓപ്പറേറ്റർ ആണ്. നാലാമത് പ്ലസ് പ്ലസ്, അതും എന്താണ്? ഒരു ഓപ്പറേറ്റർ ആണ്. നമ്മളെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് 2016 മാർച്ച് പബ്ലിക് എക്സാമിന് 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഇസ് ആൻ ഇൻസേർഷൻ ഓപ്പറേറ്റർ? താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ ഏതാണ് എന്നാണ്. ഇൻസേർഷൻ ഓപ്പറേറ്റർ, പുട്ട് ടു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എല്ലാം സെയിം ആണ്. ഇതിൽ നിന്നുള്ള ഓപ്ഷൻ എ ആയിട്ടുള്ള 2 ലെസ് ദാൻ്റെ സിമ്പലാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. നാലാമത്തെ ക്വസ്റ്റ്യൻ മാർച്ച് 2019 ചോദിച്ച 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻപുട്ട് ഓപ്പറേറ്റർ ഇൻ C++ ഈസ് ഡാഷ്. C++ലെ ഇൻപുട്ട് ഓപ്പറേറ്റർ ഡാഷ് ആണ് എന്നാണ്. ഇൻപുട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എല്ലാം സെയിം ആണ്. അതിന്റെ സിമ്പിൾ 2 ഗ്രേറ്റർ ദാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2017 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഓപ്പറേറ്റർ ഈസ് ദ അരിത്മെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ. താഴെ തന്നിട്ടുള്ളതിൽ അരിത്മെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്ററെ കണ്ടുപിടിക്കാനാണ്. എ 2 ഗ്രേറ്റർ ദാൻ, ബി ഈക്വൽ ടു, സി പ്ലസ് ഈക്വൽ ടു, ഡി ഈക്വൽ ടു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ കൂടെ ഏതെങ്കിലും അരിത്മെറ്റിക് ഓപ്പറേറ്റർ ഉപയോഗിച്ച അതിന് അരിത്മെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇവിടെ ഓപ്ഷൻ സി ആയിട്ടുള്ള പ്ലസ് ഈക്വൽ ടു ആണ് അരിത്മെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ 2017 മാർച്ചിൽ ചോദിച്ച 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ഇക്വലന്റ് ടു ദ സ്റ്റേറ്റ്മെന്റ് സീരീസ് ബി സീക്വൽ ടു എ, എ സീക്വൽ ടു A+1, ബി സീക്വൽ ടു എ സീക്വൽ ടു A+1 എന്ന സ്റ്റേറ്റ്മെന്റ് സീരീസിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തണം. ഓപ്ഷൻസ് നോക്കാം. ബി പ്ലസ് ഈക്വൽ ടു എ, ബി ഈക്വൽ ടു A++, ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ, ബി പ്ലസ് എ സീക്വൽ ടു ബി. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ബി സീക്വൽ ടു എ സീക്വൽ ടു A+1. ആദ്യം എന്റെ വാല്യൂ ബിയിലേക്ക് അസൈൻ ചെയ്യാണ്. എന്നിട്ടാണ് എന്റെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ് ദെൻ ചേഞ്ച് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആയിട്ടുള്ള ബി സീക്വൽ ടു A++ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2019 മാർച്ചിൽ ചോദിച്ചതാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ദ ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ C++ലുള്ള ടൈപ്പ് മോഡിഫയേഴ്സ് ലിസ്റ്റ് ചെയ്യാനാണ്. 4 ഉണ്ട്. ഒന്നാമത് സൈൻഡ്, രണ്ടാമത് അൺസൈൻഡ്, 3 ലോങ്, 4 ഷോർട്ട്. നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വിത്ത് എക്സാമ്പിൾ. 2016 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, കൂടെ ഒരു എക്സാമ്പിൾ എഴുതണം. അപ്പോൾ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റും? ആദ്യമായിട്ട് എഴുതാം. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട് C++ൽ ഉപയോഗിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇക്വാലിറ്റി ഓപ്പറേറ്റർ ഉള്ള കണ്ടീഷൻസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കേസ് കോൺസ്റ്റന്റുകൾ സംഖ്യകളോ അല്ലെങ്കിൽ അക്ഷരമോ ആയിരിക്കണം. ഇനി ഒരു ഇക്വാലിറ്റി ഇല്ലെങ്കിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പുറത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ എഴുതാം.
പിന്നെ ഏതെങ്കിലും ഒരു എക്സാമ്പിളും എഴുതി വെച്ചാൽ ഇതിന് 3 മാർക്ക് കിട്ടും. നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യനാണ്. മാർച്ച് 2017 ചോദിച്ച 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. റീറൈറ്റ് ദ ഫോളോവിങ് കോഡ് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റി എഴുതാനാണ്. ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗം തന്നിട്ടുണ്ട്. എൽസിഫ് ലാഡർ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇഫ് ഉണ്ട്, ഒന്നിലധികം എൽസ് ഇഫുകളുണ്ട്, അവസാനം ഒരു എൽ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സ്വിച്ചിലേക്കാണ് മാറ്റാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആകെ സ്വിച്ചിൻ്റെ സിൻടാക്സ് മാത്രം അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്വിച്ചിൻ്റെ സിൻടാക്സ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ സിൻടാക്സ് എഴുതിയിട്ടുണ്ട്. സ്വിച്ച് എക്സ്പ്രഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. കേസ് കോൺസ്റ്റൻറ്റ് ഇവിടെ എഴുതാനുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ബ്രേക്ക്, അടുത്ത കേസ് കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ബ്രേക്ക്, അടുത്ത കേസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ബ്രേക്ക്, അവസാനം ഡിഫോൾട്ട് കേസ്. ഇവിടെ എൽസിഫ് ലാഡറിൽ ഒരു ഈഫ് ഉണ്ട്, 2 എൽസിഫ് ഉണ്ട്, അവസാനം ഒരു എൽസും ആണുള്ളത്. അപ്പോൾ ഈഫ് എൽസിഫ് 3 ഈഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. അതിന് വേണ്ടിയിട്ട് 3 കേസ് കോൺസ്റ്റൻറ്റുകൾ എടുത്തു. അവസാനത്തെ എൽസിന് പകരം ഡിഫോൾട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ഒരു കോഡിനെ സ്വിച്ചിലേക്ക് മാറ്റാമെന്നുള്ളത് നോക്കാം. നമ്മുടെ ഈഫ് കണ്ടീഷൻ എടുക്കുക. ഈഫിൻ്റെ കൂടെയുള്ള റിലേഷണൽ എക്സ്പ്രഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻറ്റ് പി കോഡ് ഈക്വൽ ടു സി എന്നുള്ള റിലേഷണൽ എക്സ്പ്രഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻറ്റ് എടുക്കുക. ഈഫിലായാലും എൽസിഫിലായാലും എന്താണ്, ഈ ഓപ്പറൻറ്റ് സെയിം ആണ്. അതിനെയാണ് നമ്മൾ സ്വിച്ചിൻ്റെ എക്സ്പ്രഷൻ ആയിട്ട് കൊടുക്കുക. അപ്പോൾ സ്വിച്ചിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈഫിൻ്റെ കൂടെയുള്ള റിലേഷണൽ എക്സ്പ്രഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ സ്വിച്ചിൻ്റെ എക്സ്പ്രഷൻ എഴുതി. ഈഫിൻ്റെ റിലേഷണൽ എക്സ്പ്രഷനിൽ നിന്ന് സ്വിച്ചിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്കുള്ളത് കേസ് കോൺസ്റ്റൻറ്റുകൾ വേണം, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകളും വേണം, അവസാനം ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റും വേണം. ഇനി നമുക്ക് കേസ് കോൺസ്റ്റൻറ്റ് എവിടെ നിന്ന് എടുക്കാൻ നോക്കുക. കേസ് കോൺസ്റ്റൻറ്റ് എടുക്കാനുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് ഈഫ് എടുക്കുക. ഈഫിൻ്റെ റിലേഷണൽ എക്സ്പ്രഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, ഇവിടെ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളെയാണ് നമ്മൾ കേസ് കോൺസ്റ്റൻറ്റുകളായിട്ട് എടുക്കുക. അപ്പോൾ 1ാമത്തെ കേസിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് 1ാമത്തെ ഈഫിൻ്റെ കൂടെയുള്ള റിലേഷണൽ എക്സ്പ്രഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ഓപ്പറൻ്റായ സി, 2ാമത്തെ കേസിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് എൽസിഫിൻ്റെ കൂടെയുള്ള റിലേഷണൽ എക്സ്പ്രഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയ എം, 3ാമത്തെ കേസിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് എൽസിഫിൻ്റെ കൂടെയുള്ള റിലേഷണൽ എക്സ്പ്രഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയ എൽ. ഇങ്ങനെയാണ് എടുക്കുക. അപ്പോൾ 1ാമത്തേത് കേസ് സി ആയിരിക്കും, 2ാമത്തെ കേസ് എം ആയിരിക്കും, 3ാമത്തെ കേസ് എൽ ആയിരിക്കും. 3 കേസ് കോൺസ്റ്റൻറ്റുകൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകളാണ്. അതിന് വേണ്ടിയിട്ട് 1ാമത്തെ ഈഫിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്താണോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് പി കോഡ് ഈക്വൽ സി എന്നുള്ള സമയത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് സി ഔട്ട് കമ്പ്യൂട്ടർ എന്നാണ്. അപ്പോൾ കേസ് സിയുടെ കൂടെ സി ഔട്ട് കമ്പ്യൂട്ടർ എന്നാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ആയിട്ട് കൊടുക്കുക. കേസ് എമ്മിൻ്റെ കൂടെ സി ഔട്ട് മൊബൈൽ ഫോൺ, അതേപോലെ തന്നെ അവസാനം കേസ് എല്ലിൻ്റെ കൂടെ സി ഔട്ട് ലാപ്ടോപ്പ്, ഇങ്ങനെ കൊടുക്കുക. ഇനി ഇതിൽ ബാക്കിയുള്ളത് നമുക്ക് ഡിഫോൾട്ട് കേസാണ്. എൽസിഫ് ലാഡറിൻ്റെ കേസിൽ ഒരു കണ്ടീഷനും ട്രൂ ആയില്ലെങ്കിൽ അവസാനം എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്, എൽസ് ബ്ലോക്കിലുണ്ടാവുക. സ്വിച്ചിൻ്റെ കേസ് എടുത്താൽ ഒരു ഇക്വാലിറ്റി ഇല്ലെങ്കിൽ അവസാനം എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഡിഫോൾട്ട്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിന് ഡിഫോൾട്ടിൻ്റെ കൂടെ എഴുതി കൊടുക്കുക. അതും കൂടെ ചെയ്താൽ നമ്മളെ സ്വിച്ചിലേക്കുള്ള കൺവേർഷൻ കംപ്ലീറ്റ് ആകും. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള എൽസിഫ് ലാഡറിൻ്റെ അവസാനത്തെ എൽസ് സെക്ഷനിലുള്ള സി ഔട്ട് ഇൻവാലിഡ് കോഡ് എന്നുള്ളത് സ്വിച്ചിൻ്റെ ഡിഫോൾട്ട് കേസിലേക്ക് നമ്മൾ എഴുതി കൊടുത്തു. അവസാനം കേളി ബ്രേസസ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ പ്രോഗ്രാമിന് സ്വിച്ചിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. സ്വിച്ച് കേസിലൊരു കോഡ് തന്നിട്ടുണ്ട്, അതിന് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റി എഴുതാനാണ്. 2018 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി ചോദിച്ച 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ സിൻടാക്സ് അറിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ സ്വിച്ച് ചോയ്സ് കേസ് 1 കേസ് 0 2 കേസുകളുണ്ട്, ഒരു ഡിഫോൾട്ട് കേസും ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ നമുക്ക് ഇഫ് എൽസ് ലാഡറിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും.
അത് നമുക്ക് ഇഫ് എൽസ് ലാഡറിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. നമ്മളിനി ഇഫിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇഫിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് എക്സ്പ്രഷനെയാണ്. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഒന്നാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സ്വിച്ചിൻ്റെ എക്സ്പ്രഷൻ എടുക്കുക. സ്വിച്ചിൻ്റെ എക്സ്പ്രഷൻ എന്നുള്ളത് ചോയ്സ് എന്നാണ്. ചോയ്സ് എടുക്കുക. സ്വിച്ചിൻ്റെ ഒന്നാമത്തെ കേസ് കോൺസ്റ്റന്റ് എടുക്കുക. കേസ് 1 അല്ലേ, ഒന്നാമത്തെ കേസ് കോൺസ്റ്റന്റ് 1 എന്നുള്ളതാണ്. ഇപ്പോൾ 2 ഓപ്പറൻറ്റുകൾ നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഇതിനെ എക്സ്പ്രഷനാക്കി കൺവേർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റർ നമ്മൾ കൊടുക്കുകയാണ്, ഈക്വൽ ടു. കാരണം ചോയ്സിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് 1 എന്ന് പ്രിൻറ്റ് ചെയ്യേണ്ടത് അല്ലേ. ചോയ്സ് 1 ആണെങ്കിൽ 1 എന്ന് പ്രിൻറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ചോയ്സ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് നമുക്ക് മാറ്റി. അപ്പോൾ ഒന്നാമത്തെ ഈഫിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് ചോയ്സ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സി ഔട്ട് 1 സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1ന് പകരം സി ഔട്ട് 1 എന്ന് കൊടുക്കുക. ബ്രേക്ക് നമുക്ക് ആവശ്യമില്ല, സ്വിച്ചിൽ മാത്രം മതി. ഇനി എൽസിഫിന് വേണ്ട ടെസ്റ്റ് എക്സ്പ്രഷൻ 2 എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. നേരത്തെ അതേപോലെ തന്നെ സ്വിച്ചിൻ്റെ എക്സ്പ്രഷൻ എന്താണോ അതെടുത്തു, ചോയ്സ്. രണ്ടാമത്തെ കേസായുള്ള കേസ് 0യുടെ കേസ് കോൺസ്റ്റന്റ് 0 എന്നുള്ളതും എടുത്തു. ഇനി എന്താണ്, ചോയ്സ് 0 ആണെങ്കിൽ സി ഔട്ട് 0 എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചോയ്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ചോയ്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ സി ഔട്ട് 0 എന്ന് പ്രിന്റ് ചെയ്യും. അപ്പോൾ എന്തായി, എൽസിഫിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ ആയിട്ട് ചോയ്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ആയിട്ട് സി ഔട്ട് 0 എന്നും കൊടുക്കുക. ബ്രേക്ക് നമുക്ക് ആവശ്യമില്ല, ബ്രേക്ക് നമ്മൾ സ്വിച്ചിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇഫിൽ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ സ്വിച്ചിൻ്റെ കേസ് 1ന് ഒന്നാമത്തെ ഇഫായിട്ടും കേസ് 0യെ എൽസിഫായിട്ടും നമ്മൾ എഴുതി. ഇനി ബാക്കിയുള്ള ഡിഫോൾട്ട് കേസാണ്, അതായത് കേസ് 1ഉം കേസ് 0യും ട്രൂ റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിൽ അവസാനം എക്സിക്യൂട്ട് ചെയ്യാനുള്ള കേസാണ് ഡിഫോൾട്ട് കേസ്. അപ്പോൾ അതിന് പകരമായിട്ട് എൽസിഫ് ലാഡറിൽ നമ്മൾ ഉപയോഗിക്കുക എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ കൊടുക്കാനുള്ളത്, ഡിഫോൾട്ടിൽ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ആയിട്ടുള്ളത് അത് എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡിഫോൾട്ടിൻ്റെ കൂടെയുള്ള സി ഔട്ട് എൻഡ് എന്നുള്ളത് എൽസിൻ്റെ കൂടെ സി ഔട്ട് എൻഡ് എന്ന് കൊടുത്താൽ ഈ പ്രോഗ്രാമിലെ കൺവേർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മൾ സ്വിച്ചിൻ്റെ ഡിഫോൾട്ട് കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കായ സി ഔട്ട് എൻഡിനെ ഇഫ് എൽസ് ലാഡറിൻ്റെ കൂടെയുള്ള എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കായിട്ട് എഴുതി. ഇതോടുകൂടി ഈ സ്വിച്ചിന് ഇഫിലേക്ക് നമ്മൾ കൺവേർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്? മാർച്ച് 2016 ചോദിച്ചതാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 4 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, 4 കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത് ഇനീഷ്യലൈസേഷൻ, രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ, മൂന്നാമത്തെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, 4ാമത്തെ കമ്പോണൻ്റാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. അടുത്ത ക്വസ്റ്റ്യന് 2019 സേ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, 2 മാർക്കിൻ്റെ. ഐഡൻറ്റിഫൈ 4 കമ്പോണൻസ് ഓഫ് ലൂപ്പ് ഫ്രം ദ C++ കോഡ് ഗിവൺ ബിലോ. താഴെ ഒരു C++ കോഡ് തന്നിട്ടുണ്ട്, അതിൽ ഒരു ലൂപ്പിൻ്റെ 4 കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ലൂപ്പ് നമുക്ക് ഫോർ ലൂപ്പാണ് തന്നിട്ടുള്ളത്. ഫോർ കൗണ്ട് ഈക്വൽ ടു 1, കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, കൗണ്ട് പ്ലസ് പ്ലസ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സം ഈക്വൽ ടു സം പ്ലസ് കൗണ്ട്, അവസാനം ലൂപ്പ് ബോഡിക്ക് പുറത്ത് സി ഔട്ട് സം ഇസ് ഈക്വൽ ടു സം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് എഴുതി നോക്കാം, അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഫോർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇനീഷ്യലൈസേഷൻ സെമികോളൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ സെമികോളൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ബോഡി ഓഫ് ദ ലൂപ്പ്, കേളി ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഇത്രയാണ് ഒരു ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്. അപ്പോൾ ഇതിന് 4 കമ്പോണൻസ് ഏതൊക്കെ എടുത്ത് എഴുതിയിട്ടുണ്ട്, ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബോഡി ഓഫ് ദ ലൂപ്പ്. എങ്ങനെ എഴുതാൻ നോക്കാം. ആദ്യത്തെ സെക്ഷൻ 4 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യത്തെ സെക്ഷൻ ഇനീഷ്യലൈസേഷൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക, 4 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യത്തെ സെക്ഷൻ ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ട് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. സെമികോളൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. സെമികോളൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ളത്. ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് സെമികോളൻ കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് ഇവിടെ, കൗണ്ട് പ്ലസ് പ്ലസ് എന്നുള്ളതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കൗണ്ട് പ്ലസ് പ്ലസ്. ഇനി അടുത്തത്
കേളി ബ്രേസസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗമാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഇവിടെ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം സം ഈക്വൽ ടു സം പ്ലസ് കൗണ്ട്, സം ഈക്വൽ ടു സം പ്ലസ് കൗണ്ട് എന്നുള്ളതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ 2 മാർക്കായി. 13ാമത്തെ ക്വസ്റ്റ്യൻ 2020 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് എൻട്രി കൺട്രോൾ ലൂപ്പ്? റൈറ്റ് സിൻടാക്സ് ഓഫ് എനി വൺ എൻട്രി കൺട്രോൾ ലൂപ്പ് ഇൻ C++. എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ്? C++ലുള്ള ഏതെങ്കിലും ഒരു എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ സിൻടാക്സ് എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എൻട്രി കൺട്രോൾ ലൂപ്പ്? എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ്? കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പുകളാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. 2 ഉള്ളത്. ഒന്ന് വൈല്, രണ്ടാമത്തെ ഫോർ. അതിൻ്റെ സിൻടാക്സ്, ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എഴുതാം. ഫോർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇനീഷ്യലൈസേഷൻ സെമിക്കോളൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ സെമിക്കോളൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ദെൻ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ബോഡി ഓഫ് ദ ലൂപ്പ് കേളി ബ്രേസസ് ക്ലോസ് ചെയ്യുക. 14ാമത്തെ ക്വസ്റ്റ്യൻ 2016 ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ചോദിച്ച 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 4 ഓപ്ഷൻസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഓപ്ഷൻസ് ഫോർ, വൈൽ, ഡു വൈൽ, ബ്രേക്ക്. താഴെ തന്നിരിക്കുന്നതിൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഏതാണ് എന്നുള്ളതാണ്. ആൻസർ ഡു വൈൽ. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പുകളാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ 2018 ജൂൺ മാസത്തിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. റൈറ്റ് ദ ഫോളോവിങ് കോഡ് യൂസിങ് ഫോർ ലൂപ്പ്. ഒരു ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്, ഗോ ടു ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോഡ് തന്നിട്ടുണ്ട്. ഇതിനെ ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഒന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മൾ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എഴുതിയിട്ടുണ്ട്. ഫോർ ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബ്രാക്കറ്റിൻ്റെ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ബോഡി ഓഫ് ദ ലൂപ്പ്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിന് ഏതാണ് ഇനീഷ്യലൈസേഷൻ, ഏതാണ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ബോഡി ഓഫ് ദ ലൂപ്പ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊരു വാല്യൂ കൊടുക്കുന്നതാണ് അല്ലേ. നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ആദ്യമായിട്ട് വാല്യൂ കൊടുക്കുന്നതാണ് ഇനീഷ്യലൈസേഷൻ. അപ്പോൾ ഇവിടെയുള്ള ഇനീഷ്യലൈസേഷൻ ഫസ്റ്റ് ലൈൻ തന്നെയാണ്. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 1. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇട്ടു. അടുത്ത എന്താണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. ഒരു കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താണ്? കണ്ടീഷൻ ആകുമ്പോൾ ഓപ്പറൻ്റ് ഉണ്ടാവും, ഓപ്പറേറ്ററൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കുക, ഇവിടെയുള്ള കണ്ടീഷൻ ഏതാ? ഇഫിൻ്റെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്നുള്ളതാണ് ഇവിടെ കണ്ടീഷൻ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. അടുത്തത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഓരോ സമയവും അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ്. ഇവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളായ എക്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന രീതിയിലാണ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് എഴുതി. ഇനി അടുത്തത് ബോഡി ഓഫ് ദ ലൂപ്പാണ്. എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഓരോ സമയവും എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ബോഡി ഓഫ് ദ ലൂപ്പായിട്ട് നമുക്കുള്ളത് സി ഔട്ട് എക്സ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിനെ ഫോർ ലൂപ്പിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ഗോ ടു എന്ന ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. അതിനെ നമ്മൾ ഫോർ ലൂപ്പിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ അബൌട്ട് നെസ്റ്റഡ് ലൂപ്പ്. മാർച്ച് 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് നെസ്റ്റഡ് ലൂപ്പ്? എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് ഉൾക്കൊള്ളിക്കുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ 2 ലൂപ്പുകളുടെയും ലൂപ്പ് കൺട്രോൾ വേരിയബിളുകൾ വ്യത്യസ്തമായിരിക്കണം. അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടെ എഴുതാൻ പറ്റും. എല്ലാ ലൂപ്പുകളിലും നമുക്ക് നെസ്റ്റിങ് ഉപയോഗിക്കാൻ പറ്റും. ഒരു എക്സാമ്പിളും കൂടെ എഴുതിയാൽ അത് കംപ്ലീറ്റ് ആയി. ഇനി പറയാൻ പോകുന്ന അടുത്ത 7 ക്വസ്റ്റ്യൻസ് നല്ലപോലെ ശ്രദ്ധിക്കുക. എല്ലാം ഒരേ സെക്ഷനിൽ നിന്നാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്, എക്സ്പ്ലെയിൻ എനി ടു. എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഏതെങ്കിലും 2 ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാർച്ച് 2018 ചോദിച്ചു.
മാർച്ച് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഡാഷ് സ്റ്റേറ്റ്മെന്റ് ഇൻ എ ലൂപ്പ് ഫോഴ്സസ് ദ ടെർമിനേഷൻ ഓഫ് ലൂപ്പ്. ലൂപ്പിന്റെ ടെർമിനേഷന് കാരണമാകുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ആൻസർ ബ്രേക്ക് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ജൂൺ 2016 ചോദിച്ചതാണ്. ഹൗ ഡസ് എ ഗോ ടു സ്റ്റേറ്റ്മെന്റ് വർക്ക്? എങ്ങനെയാണ് ഒരു ഗോ ടു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്? മാർച്ച് 2016 ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു കണ്ടിന്യൂ ആൻഡ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഡിഫർ ഇൻ എ ലൂപ്പ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. എങ്ങനെയാണ് കണ്ടിന്യൂവും ബ്രേക്കും ഒരു ലൂപ്പിൽ എങ്ങനെയാണ് വ്യത്യാസം? എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ജൂൺ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, കമ്പയർ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++. C++ലെ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക, കമ്പയർ ചെയ്യുക. ജൂൺ 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ വിത്ത് എക്സാമ്പിൾ. മാർച്ച് 2020 ലാസ്റ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇൻ C++? ഇങ്ങനെ എല്ലാം ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അവസാനം നമ്മൾ പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ് ഏകദേശം സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തതാണ് 2016, 2017, 2019, 2020 വർഷങ്ങളിൽ. ചിലത് പബ്ലിക് എക്സാമിനാണ്, ചിലത് എക്സാമിനാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അവസാനത്തെ 7 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന പേരിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് പഠിക്കുകയാണ് നല്ലത്. ഓക്കെ. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റും ഒരു ലൂപ്പുകളിൽ വരുമ്പോൾ ഒരു വ്യത്യാസം മാത്രം സിമ്പിളായിട്ടൊന്ന് പറയാം. ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ പ്രോഗ്രാം കൺട്രോൾ ആ ലൂപ്പിന് പുറത്തോട്ട് വരികയാണ് ചെയ്യുക. ലൂപ്പിൽ നിന്നും പ്രോഗ്രാം കൺട്രോൾ എക്സിറ്റ് ആയിട്ട് ലൂപ്പിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണ് ചെയ്യുക. ഒരു ലൂപ്പിൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ നിലവിലുള്ള ഐറ്ററേഷൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐറ്ററേഷനെ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഐറ്ററേഷനിലോട്ട് പോവുകയാണ് ചെയ്യുക. അവിടെ പ്രോഗ്രാം കൺട്രോൾ ലൂപ്പിന് പുറത്തോട്ട് വരുന്നില്ല, നിലവിലുള്ള ഐറ്ററേഷനെ മാത്രമേ സ്കിപ്പ് ചെയ്യുന്നുള്ളൂ.